ഉദയഭാരതത്തിന്റെ കലണ്ടറിനൊപ്പം നിങ്ങൾ കാണുന്നല്ലോ ഷംസീർ ഇക്ക മുമ്പ് പറഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഷംസീർ ഇക്ക പറഞ്ഞു വെച്ച ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? അത് ആരും മറക്കരുത് കേട്ടോ. ഗണപതിയെ കുറിച്ച് വ്യക്തമായിട്ട് ഈ ഉദയഭാരതം കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. ഗണപതി മിത്താണ് എന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞപ്പോൾ ഒരു ഇപ്പൊ ഏകദേശം ഫോൺ ഉള്ളവരുടെ കയ്യിലെല്ലാം ഫേസ്ബുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം തന്റെ മതത്തിലെ തന്റെ ദൈവത്തെ ഈ പറയുന്ന മിത്താണ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞ സമയത്ത് പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു 2 വരിയിൽ പോലും ആരും പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് വെളുപ്പിനെ തന്നെ നമ്മളെയൊക്കെ എഴുന്നേൽപ്പിച്ച് തട്ടി ഉണർത്തി ഓട്ടിച്ച് മദ്രസകൾ പള്ളിപ്പരയിൽ പറഞ്ഞു വിടും. എന്നാൽ ഹിന്ദുക്കൾക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട്. അവരുടെ ദൈവത്തെക്കുറിച്ചും അവരുടെ ആരാധനാ രീതികളെ കുറിച്ചും അവരുടെ ദൈവം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന സൺഡേ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസകളിലും നമ്മളെ മതത്തെ ഖുർആൻ പഠനമാണ് അവിടെയും ഉള്ളത്. എന്നാൽ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തെക്കുറിച്ച് അവരുടെ ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒന്നും ശരിയായ രീതിയിൽ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോഴും കുട്ടികൾക്ക് ഹിന്ദുക്കളിലെ ശരിയായ അവരുടെ ദൈവങ്ങളെ കുറിച്ച് ശരിയായ ഒരു അറിവ് പോലും ഇല്ല. ഇരിക്കേണ്ട അറിവ് പകരുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥം പോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഉദയഭാരതം കലണ്ടർ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു ഹിന്ദു എന്താണ് എന്നും ഹിന്ദുവിന്റെ ആചാരങ്ങൾ എന്താണെന്നും അനുഷ്ഠാനങ്ങൾ എന്താണെന്നും വ്യക്തമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വായിക്കാൻ കഴിയും, മുതിർന്നവർക്ക് വയസ്സായ മുത്തശ്ശിമാർക്ക് അമ്മമാർക്ക് നോക്കാൻ കഴിയും. അപ്പം വെറും ഒരു ചുവരിൽ തൂങ്ങുന്ന ഒരു സാധനത്തിനപ്പുറം ഒരുപാട് അറിവ് ഒരു നമ്മൾ പറയുന്നത് ഒരു കലണ്ടർ എന്നതിനപ്പുറം ആ കലണ്ടറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അത് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ടത് വീട്ടില് സൂക്ഷിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഉദയഭാരതം കലണ്ടർ.